കുടിശ്ശികയായ 75 കോടിയോളം രൂപ കിട്ടാത്തതിനെ തുടർന്നാണ് മരുന്ന് വിതരണക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള മരുന്ന് നൽകൽ നിർത്തിയത്. ഇതോടെ ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ മരുന്നുകൾ അമിത വില നൽകി പുറത്തുനിന്നും വാങ്ങേണ്ട സ്ഥിതിയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നുക്ഷാമം രൂക്ഷമായിരുന്നു. ജനങ്ങളുടെ പ്രയാസം മുൻനിർത്തി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മരുന്ന് വിതരണക്കാരുമായി ചർച്ച നടത്തി. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മരുന്ന് വിതരണം ഉടൻ തുടരാൻ തീരുമാനമായി. അസോസിയേഷൻ ആൾക്കാരുമായിട്ട് എല്ലാം സംസാരിച്ചു. അവർ മരുന്ന് വിതരണം ഇന്നു മുതൽ പുനരാരംഭിക്കാനായിട്ട് തീരുമാനമെടുത്തു. അതിൽ 1 കോടി രൂപ ഇന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത 10 കോടി രൂപ നമ്മുടെ ഇൻഷുറൻസിൽ നിന്നും ഈ ഒരാഴ്ചയിലായിട്ട് അത് വരും. അത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഏകദേശം ഡിസംബർ 31 വരെയുള്ള ബില്ലുകൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഈ മാസം 31-നുള്ളിൽ 2023-ലെ മുഴുവൻ കുടിശ്ശികയും മരുന്ന് വിതരണക്കാർക്ക് നൽകും. AKCDA, AKSSBA ജില്ലാ ഭാരവാഹികൾ നടത്തിയ ചർച്ചയിൽ 2023 ഡിസംബർ 31 വരെയുള്ള പേയ്മെൻറ്റിൻ്റെ ഒരു ഭാഗം 22/3/24 നൽകുവാനും ബാക്കി തുക 2024 മാർച്ച് 31-നകം നൽകുവാനും തീരുമാനിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മരുന്ന് വിതരണം പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. അതേസമയം വിഷയമുയർത്തി UDFന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഉപവാസ സമരം നടത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.